എന്ന് വെച്ചാൽ ദിസ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. ഇത് അൾട്ടിമേറ്റ്ലി ഐ ആം സോ ബ്ലസ്ഡ് ആക്ച്വലി. താങ്ക് യു സോ മച്ച് സിജു. ആക്ച്വലി ഞാനിത് റാൻഡംലി കണ്ട ഒരു ക്ലാസ് ആണെങ്കിലും സോ നൗ ഐ ഫീൽ ലൈക്ക് സോ ബ്ലസ്ഡ്. താങ്ക് യു. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് നമ്മൾ മനസ്സിലാക്കി എടുക്കുവാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബാക്ക് ബോൺ ഫോർ ദാറ്റ്. ആക്ച്വലി താങ്ക് യു സോ മച്ച് ആൻഡ് വി ആർ ബ്ലസ്ഡ് ആക്ച്വലി. താങ്ക് യു സോ മച്ച് സിജു. നിങ്ങൾ പറഞ്ഞില്ല ഇത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളത്, പക്ഷെ ഇത് റിവീൽ ചെയ്തതിന് തന്നെ ഭയങ്കര ഒരു താങ്ക്സ്. ഇത് സിജു എടുക്കുമ്പോൾ തന്നെ സീരിയസ്ലി എനിക്ക് ഗൂസ് ബംസ് തോന്നുന്നു. കാര്യം പല സമയത്തും ഞാൻ ആലോചിക്കാറുണ്ട് ഒരു റോൾ അല്ലെങ്കിൽ ഒരു റൺസ് കീബോർഡിൽ എങ്ങനെ വായിച്ചിടും. നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞാൽ ഇത് എങ്ങനെ പറ്റും, പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് ഫീൽ ചെയ്തു ഇത് നിങ്ങൾ പറഞ്ഞുള്ളൊരു ഒരു കവർ സോങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു പ്രശ്നം കൂടെ ഈ പരിപാടി നിർത്തിപ്പോയതായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു പ്രതീക്ഷയായി. സത്യം പറഞ്ഞത് വളരെ കറക്റ്റ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ നോക്കുമ്പോൾ അതാണ് സാറ് തരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഇത്രയും വലിയൊരു ഹ്യൂജ് സംഭവം റിവീൽ ചെയ്ത് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ വി ആർ ബ്ലസ്ഡ് ആക്ച്വലി. ഞാൻ റാൻഡംലി ആണ് ഈ ക്ലാസ്സിലൂടെ എത്തിയെങ്കിലും പക്ഷേ ഇന്ന് 1-2 കഴിഞ്ഞ അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സും ഈ ക്ലാസ്സൊക്കെ വന്നപ്പോഴേക്കും ഞാൻ സീരിയസ്ലി അമേസ്ഡ്. താങ്ക് യു സോ മച്ച്. അതുകൊണ്ടാണ് ഇത് റിവീൽ ചെയ്ത് ഇത് ഇത്രയും ഇങ്ങനെ റിവീൽ ചെയ്യുന്നില്ല, ഇത് പലരും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇത്രയും വലിയ സംഭവം എങ്ങനെ ഇത് റിവീൽ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് ശത്രുക്കൾ ഒത്തിരി പേരുണ്ട് ഉണ്ടാവും എന്ന് വെച്ചാൽ മറ്റുള്ള കോഴ്സിന്റെ പേയ്മെന്റും ഇതൊക്കെ വന്നിട്ട് ഭയങ്കര ഹ്യൂജ് ആണ്. അവരിപ്പം സൗണ്ട് എഞ്ചിനീയറിംഗ് മാത്രമാണെങ്കിലും മ്യൂസിക് പ്രൊഡക്ഷൻ മാത്രമാണെങ്കിലും അവരൊക്കെ ലാക്സ് ആയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോ എന്തായാലും ശത്രുക്കൾ ഡെഫിനറ്റ്ലി കണ്ടന്റ് മാത്രമല്ല, സാറിന്റെ ഏജ് ഗ്രൂപ്പിൽ പെട്ട പിള്ളേരൊന്നും ഈ രീതി ക്ലാസ് എടുക്കത്തില്ല. ഞാനൊരു 30 ഇതൊരു വാല്യൂഡ് പോയിന്റ് ആണ് ആക്ച്വലി. പറഞ്ഞൊരു വാല്യൂഡ് തിങ്സ് ആണ്. അതായത് എടുക്കുന്ന ക്ലാസ്സും ഭയങ്കര ഭയങ്കര രസമാണ്. എന്നുവെച്ചാൽ ഇത്ര പൊളൈറ്റ് ആയിട്ട് ഇത്ര സിമ്പിൾ ആയിട്ട് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി തിങ്. അത് നല്ലൊരു സംഭവമാണ് സാറ് പറഞ്ഞത്. ഇത്രയുമുള്ള കാര്യങ്ങൾ ആരും റിവീൽ ചെയ്യില്ല. അതൊരു ഒരു സംഭവമായിട്ട് ഒളിച്ചു വെക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു സാർ ഇപ്പൊ ഇന്നെടുത്ത ക്ലാസ്സിന്റെ ഒരു കോഡ് പ്രോഗ്രഷന് വേണ്ടി തന്നെ എത്ര നമ്മൾ ഓരോ സാധനത്തിനും അലയേണ്ട വന്നിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും അതിന്റെ ഒരു ഔട്ട്പുട്ട് കാരണം അത് നമുക്കത് അതിന്റെ വാല്യൂ അറിയാം. കാരണം ഇപ്പൊ ഒരു എത്ര എവർഗ്രീൻ സോങ്സും അതിന്റെ കവർ സോങ്സ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് അതിന്റെ പിന്നിലുള്ള ഈ കീബോർഡിന്റെ ഒരു കളിയാണ്. ആ സംഭവം കിട്ടാന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും കിട്ടില്ല, ആരും പറഞ്ഞു തരൂല. പഠിക്കാൻ പറ്റുമോ? 3 വർഷം 5 വർഷം പോയി പിയാനോ പഠിച്ചിട്ട് നമ്മുടെ പാട്ട് ചെയ്യാൻ പറ്റുമോ? നടക്കത്തില്ല. ഇല്ല. അതെ, ഞാൻ ഗ്രേഡ് 5 കഴിഞ്ഞ ആളാ, എങ്കിലും ഞാൻ ഇതില് വട്ടപൂജയാണ്.